കുവൈറ്റ് തീപിടുത്തത്തിൽ അന്തരിച്ച തമിഴ്നാട് സ്വദേശി ചിന്നദുരൈയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചു. കുവൈറ്റിലെ ഒരു ഓയിൽ കമ്പനിയിൽ സ്റ്റോർ കീപ്പറായി ജോലി ചെയ്തിരുന്ന ചിന്നദുരൈയും കെട്ടിടത്തിൽ താമസിക്കുന്ന തൊഴിലാളികളിൽ ഒരാളാണ്. കൊല്ലപ്പെട്ടവരിൽ ചിന്നദുരൈയും ഉൾപ്പെട്ടതായി വ്യാഴാഴ്ചയാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. 10 വർഷത്തിലേറെയായി കുവൈറ്റിൽ ജോലി ചെയ്യുന്ന ചിന്നദുരൈ കഴിഞ്ഞ വർഷം തന്റെ ഗ്രാമം സന്ദർശിച്ചിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലേക്ക് മടങ്ങിയ അദ്ദേഹം 2-3 ആഴ്ചയ്ക്കുള്ളിൽ ഗ്രാമത്തിലേക്ക് തിരികെ വന്ന് സന്ദർശിക്കാനും പദ്ധതിയിട്ടിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. മൃതദേഹം എത്രയും വേഗം ജന്മനാട്ടിലെത്തിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമവാസികൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. നാട്ടിൽ മൃതദേഹം എത്തിയ ശേഷം കർമ്മങ്ങൾ നടത്തുകയായിരുന്നു ഗ്രാമവാസികൾ. என்னோட குவைத்தில் என்னோட தம்பி தீயில் இறந்ததில்ல. சில இடத்துல 10 நாள் 20 நாள் ஆகும். உடனே தமிழ் அரசு முயற்சியில் எங்களுக்கு எல்லா இடத்துலையும் நல்ல முறையில் சீக்கிரம் எனக்கு உதவி பண்ணி அதிகாரியிலேருந்து, கலெக்டர்லேருந்து, ஆடியோவிலேருந்து, ஆஃபீஸிலேருந்து, பொதுமக்கள்லேருந்து, கிராமத்துலேருந்து, வேளாண்துறை அமைச்சர் ரொம்ப மெனக்கிட்டு எல்லாம் கிட்ட இருந்து செஞ்சு கொடுத்தாங்க. அவங்களுக்கு நான் நன்றியை சொல்லிக்கிறேன். நீங்க போய் அங்க ஒண்ணு அண்ணா தான வேணா அண்ணா அண்ணா கொஞ்சம் தான வேணா தான அப்படி வேணா தூக்க கூடாது பொறுமையா சாமா இல்ல சாமா புடிச்சீங்க அண்ணா புரிஞ்சா கோயில போதும்